സൃഷ്ടി അതിന്റെ പൂർണ്ണതയിൽ അവിടെയാണ്. ശിവവും ശക്തിയുമായ രണ്ടിന്റെയും യോജിപ്പിൽ. അതിന് സൗന്ദര്യലഹരിയിലൂടെ ഒക്കെ പോണം. ആ ശിവശക്തി ഐക്യത്തില് സ്വപ്നങ്ങളുടെ മുഴുവൻ സൃഷ്ടി വാരി വിതറിയ സ്വപ്നങ്ങളുടെ കേന്ദ്രമായി ഗാർഹസ്ഥ്യം. ഒരു സൃഷ്ടിക്കും അടുത്ത സൃഷ്ടിക്കുമിടയിൽ സൃഷ്ടികർത്താവിന് സൃഷ്ടിയെ ആസ്വദിക്കാൻ പോലും നേരമില്ലാതാവുക. അത്ര തിരക്കേറിയ സൃഷ്ടി അവിടെ നടക്കുന്നത്. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഗാർഹസ്ഥ്യം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് മാത്രമൊന്നുമല്ല നിങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരു നിമിഷം ഒരു ഗൃഹസ്ഥനോടെ തിരുന്നാൽ എത്രത്തോളമാണ് സൃഷ്ടിക്കുന്നത്. സൃഷ്ടിയുടെ സ്വപ്നങ്ങളുണ്ടോ ഗാർഹസ്ഥ്യം ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരിടത്ത് എന്നാൽ അത് ശരിയായിട്ടില്ല, ഇങ്ങനെ വേണമെന്ന് തോന്നലുണ്ടോ ഗാർഹസ്ഥ്യം ഉള്ളിലുണ്ടെന്ന് വിചാരിക്കും. ആ ഭാര്യ ശരിയല്ല, ഭർത്താവ് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ ഒരു ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട് എന്ന് തീരുമാനിക്കണം. ഒന്ന് പെണ്ണ് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സന്യാസിക്കാണ് സങ്കല്പമെങ്കിൽ തൽക്കാലം ആ തുണി കൊടക്കി കൊടുത്തിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞൊന്ന് സ്വീകരിച്ചാൽ മതി, കുഴപ്പമില്ല. സമൂഹത്തിന് കുഴപ്പമൊന്നും വരില്ല. തിരിച്ചുവരവില്ലാത്ത ലോകമില്ലല്ലോ. തിരിച്ചുവരവുള്ളതാണല്ലോ ലോകമില്ല. കാരണം ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം ഇതൊരു പോക്കാണല്ലോ. അതിലൊരു അല്പം നേരത്തെ അങ്ങോട്ട് പോയി അത് വഴി മനസ്സിലാകുന്നില്ല എന്ന് തോന്നിയാൽ തിരിച്ചു വന്നറിയാവുന്നവരോട് ചോദിച്ചിട്ട് പിന്നെ യാത്ര ചെയ്യാമല്ലോ. അതിലൊന്നും ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ മര്യാദയും അതാണ്. അല്ല, അവിടെ നിന്ന് കറങ്ങരുത്. ഞാൻ ഉള്ളതങ്ങ് പച്ചയായിട്ട് പറയും. ശാസ്ത്രത്തിന് എന്നെയും നിങ്ങളെയൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വഴിതെറ്റിപ്പോയി, വണ്ടി കുറച്ചു ദൂരം മുന്നോട്ട് ഓടി. തീരുമാനം എടുത്തിട്ടില്ലല്ലോ, സമയമുണ്ട്. ആശ്രമം പണിയണം തോന്നിയാൽ അതിൽ ഗാർഹസ്ഥ്യമുണ്ട്. ആ ശ്രമം തീരുമ്പോഴാണല്ലോ ഈ ശ്രമം തുടങ്ങുന്നത്. പിന്നല്ലാതെ ഗൃഹസ്ഥന്മാർക്കൊരു ആശ്രമം പണിയണം എന്നൊക്കെ തോന്നുന്നത് നല്ലതാണ്. ഇത് പ്രോത്സാഹനീയമാണ്. ഒരാളെ അവിടെ മഠാധിപതിയാക്കണമെന്ന് സ്വപ്നം കാണുന്നതും അനുകരണീയമാണ്. നിങ്ങളെ ആക്കണമെന്ന് വിചാരിച്ചാൽ കാവ്യൊക്കെ കൊടുത്ത് അവിടെ ഇരുന്നോളുക. നിങ്ങളല്ലാന്ന് അവൻ കൂടി തീരുമാനിച്ചാൽ പോരുക. അന്ന് കൈക്കാരല്ലേ തീരുമാനിക്കുന്നത്. എല്ലാ പള്ളിയിലും ഏതച്ഛൻ വേണം കുർബാന കൈക്കൊള്ളാനുള്ളത് കൈക്കാരാ തീരുമാനിക്കുന്നത്. ശരിയല്ല? ഏത് ശാന്തിക്കാരനെ നിയമിക്കണം എന്നുള്ളത് ദൈവമൊന്നുമല്ലല്ലോ തീരുമാനിക്കുന്നത്, കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. അതിതുവരെ മനസ്സിലായില്ലേ? കൈക്കാർ അച്ഛനെ തെരഞ്ഞെടുക്കും, അച്ഛന്മാരതിന് മുകളിലുള്ളവനെ തെരഞ്ഞെടുക്കും, അവരുകൂടി പോപ്പിനെ തെരഞ്ഞെടുക്കും. ഓൾ ടുഗദർ താഴെയുള്ള അൽബേന് തെരഞ്ഞെടുത്തത് തന്നെ. ഇങ്ങനെയൊക്കെ ലോകം. ആർക്കാ ഇത് വേണ്ടത്? ആരുടെ സ്വപ്നങ്ങളിലായി ലോകമുള്ളത്? സുഷുപ്തിയെയും അതിക്രമിച്ച് തുരീയത്തിലെത്തി യാതൊരു ഭീതിയുമില്ലാത്ത നിർഭയത്വത്തിന്റെ ലോകങ്ങളിൽ, ആനന്ദത്തിന്റെ ലോകങ്ങളിൽ സ്വപ്നങ്ങളുണ്ടോ? ജാഗ്രതുണ്ടോ? പ്രപഞ്ചവിധാനികതയുണ്ടോ? ഇതൊന്നുമില്ല.
എല്ലായിടവും പ്രളയജലം കയറി മൂടിയാൽ പിന്നെ അതിനിടെ കിണറും കുളമുണ്ടോ? തന്റെ ബോധസത്ത സമസ്തത്തെയും അതിലംഘിച്ച് പ്രളയബാധിതമായി നിൽക്കുമ്പോൾ അതിനിടയിൽ എവിടെയാണ് കിണർ, എവിടെയാണ് കുളം? അമൃതാംബുദിയിൽ മുങ്ങിത്താഴുമ്പോൾ ആനന്ദ പ്രളയത്തില് കിടക്കുന്നവന് പിന്നെ ക്ഷുദ്രസുഖങ്ങളുണ്ടോ? അതുകൊണ്ട് അതൊക്കെ അങ്ങേ തലയാണ്. അത് ഉദരം ഉപാസിച്ചുണ്ടാകുന്നതാണ്, ഹൃദയം ഉപാസിച്ചുണ്ടാകുന്നതാണ്. ഉപാസനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സ്വപ്നങ്ങളൊക്കെ ഒന്ന് ചിറക് വിടർത്തി പറന്നത് എടുത്തു നോക്കണം. ആ സ്വപ്നങ്ങളിൽ ചിലത് അറിവ് കൊണ്ടില്ലാതാവും, ചിലത് തനിയെ ഇല്ലാതാവും, ചിലത് ചെയ്താൽ ഇല്ലാതാവും, ചിലത് സ്വയമേവ വന്നില്ലാതാവും. ചില സ്വപ്നങ്ങള് കുറച്ചു നേരം കണ്ടു കഴിയുമ്പോഴേക്ക് വിട്ടുപോകും. പണ്ടിങ്ങനെ കണ്ടതാണെന്നൊക്കെ ഓർക്കും. ഇല്ല, പക്ഷെ സ്വപ്നങ്ങളുണ്ട്. ഗാർഹസ്ഥ്യത്തില് സ്വപ്നങ്ങളുണ്ട്, ഇന്ദ്രിയമുണ്ട്, ഇന്ദ്രലോകങ്ങളും ഉണ്ട്, അതെല്ലാം ഉണ്ട്. ഗാർഹസ്ഥ്യത്തിൽ ഈ സാധനം എല്ലാം ഉണ്ട്. അത് വളരെ ചാരുവായി അനുഭവിക്കണം. അല്ല അന്നേരം ഇരുന്ന് വേദാന്തം അനുഭവിക്കരുത്. അവസാനം അതുമില്ല ഇതുമില്ല അമ്മയുടെ വീഴ്ചയില്ല എന്ന് പറയുന്ന അവസ്ഥയിലെത്തും. അത് അനുഭവിച്ചവർ പറഞ്ഞ വാക്കാണ്. അനുഭവിക്കാത്തവന് പൊക്കി നടക്കുമ്പോൾ വരുന്ന വൈകല്യം വളരെ വലുതാണ്. അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം പറഞ്ഞു തന്നത്. ഭോഗം അനുഭവിച്ചു തീരില്ല. സ്വപ്നങ്ങളിൽ ചിലത് സ്വപ്നം അനുഭവിക്കുമ്പോൾ ഇല്ലാതാവും, ചില സ്വപ്നങ്ങൾ തനിയെ ഇല്ലാതാവും, ചില സ്വപ്നങ്ങൾ യാദൃച്ഛികമായി പ്രകൃതി തന്നില്ലാതാവും. അപ്പോഴെല്ലാം ആദ്യമുള്ള ബോധം നോക്കി നിൽക്കുന്നവനായി ഉണ്ടാവണം, എങ്കിലേ ഇല്ലാതാവും. അല്ലാതെ കാമനയോടുകൂടി ഇത് അനുഭവിച്ച് സ്വപ്നങ്ങളൊന്നും തീരില്ല. അതിൽ നിന്ന് ഒട്ടേറെ പുതിയ സ്വപ്നങ്ങളുണ്ടാവും. കൃത്യമായ ബ്രഹ്മചര്യനിഷ്ഠ, കൃത്യമായ ഗാർഹസ്ഥ്യം, ആ ഗാർഹസ്ഥ്യത്തില് ഓരോ ബോധവും ഉടവാകുന്നത്, ഓരോ കർമ്മത്തിലും ഓരോ സങ്കല്പത്തിലും ആ സുഷുപ്തി നിലനിൽക്കുന്നത്, അത് സ്വപ്നമായി വിടരുന്നത്, അത് ജാഗ്രതായി പരിണമിക്കുന്നത് നോക്കി നിൽക്കുകയാണെങ്കിൽ പലതും ഉണ്ടായിടത്ത് വെച്ച് തന്നെ അസ്തമിക്കും. ചിലത് അസ്തമിക്കില്ല. പ്രാരബ്ധമെന്നോർത്ത് ഏത് ഇന്ദ്രിയം, ഏത് ശരീരം, ഏത് ഭാവം അതിന് വിട്ടുകൊടുക്കണമോ അതിനെ ചെന്നായിക്ക് മാംസം എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എറിഞ്ഞു കൊടുക്കുക. ലാഘവത്തോടെ. ഇത്രയും കഴിയുമ്പോഴാണ് സുഷുപ്തിയുടെ തലങ്ങൾ എന്ന് പറയാവുന്ന വാനപ്രസ്ഥത്തിലേക്ക്, വനസംഭക്തവും വനനീയം സംഭജനീയം, അവിടേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ ഈ ആരുടെ സ്വപ്നം കണ്ടാലും നമ്മൾ ഇളകുകയില്ല. കാരണം നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടതാണ്. അവിടെയാണ് ഈ സ്വപ്നമൊക്കെ വേണ്ടത്ര കണ്ട് നല്ലപോലെ പഠിക്കാതെ ഇതിന്റെ അവസാനത്തിൽ കയറിപ്പറ്റിയിരിക്കുമ്പോൾ ചില നല്ലപോലെ ഈ സ്വപ്നം കണ്ടു വളർന്ന ഗൃഹസ്ഥൻ സ്വാമിയെ വിളിച്ചിട്ട് പറയും,
സ്വാമി അത് കണ്ടിട്ടുണ്ടോ? അയ്യോ കണ്ടിട്ടില്ല, എങ്ങനെ ഇരിക്കും? കേൾക്ക വേണ്ടിയേ ഞാൻ കൊണ്ടുപോവാ. ചെന്ന് വീഴും. കണ്ട് കഴിഞ്ഞിട്ടേ കണ്ടു എന്ന് പറയാം. കണ്ടില്ലെങ്കിൽ ഇതെപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വരും. കാണാൻ ആഗ്രഹം കിടക്കും. അതുകൊണ്ട് ഇത് ക്രമമാണ്. പൂർവജന്മങ്ങളിൽ ഇതിന്റെ അനുഭൂതികൾ ഉണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയാണ്. ഇതൊരു ജന്മത്തെ വെച്ചല്ല. അതുകൊണ്ട് സ്വപ്നങ്ങളെ വളരെ അടുക്കോടെ മനോഹരമായി നെയ്ത് എത്രത്തോളം എന്റെ സങ്കല്പത്തിൽ അത് ആവുമോ അത്രത്തോളം മനോഹരമായി നെയ്ത് പൂർത്തീകരിക്കാം. അത് കഴിയുമ്പോൾ വൈഖാനസ ജീവിതത്തിന്, വാനപ്രസ്ഥത്തിന് പരിപ്രേക്ഷ്യമുയരുമ്പോൾ, ഇല്ലെങ്കിൽ പലപ്പോഴും ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും എല്ലാം കൂടെ സങ്കീർണമായ ഒരു ലോക വ്യവസ്ഥയിൽ കിടന്ന് കരകാണ കണലിൽപ്പെട്ട തോണി പോലെ നിങ്ങൾ ഉഴലും. കാരണം ഒരാൾ സംസാരിക്കുന്നത് ഗൃഹസ്ഥന്റെ സ്വപ്നങ്ങളിലായിരിക്കും. വേഷം എന്റെ ആയിരിക്കും, ഞാൻ തന്നെ ആയിരിക്കും. നിങ്ങൾ ബ്രഹ്മചാരിയുടെ സങ്കല്പങ്ങളിൽ എന്നോട് സംസാരിക്കും, നിങ്ങൾ ഗൃഹസ്ഥന്റെ സ്വപ്നങ്ങളിൽ എന്നോട് സംസാരിക്കും, നിങ്ങൾ വാനപ്രസ്ഥന്റെ സ്വപ്നങ്ങളിൽ എന്നോട് സംസാരിക്കും. ഞാനാകട്ടെ ഗൃഹസ്ഥന്റെ സ്വപ്നങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു സന്യാസിയുടെ തലങ്ങളിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അവസാനം എന്നെ നിങ്ങൾക്കും നിങ്ങളെ എനിക്കും ഇഷ്ടപ്പെടാത്ത ലോകമുണ്ടാകും. അത് പുതിയ ബന്ധങ്ങളെയും കൂട്ടുകെട്ടുകളെയും ഉണ്ടാക്കും. അവയിൽ അലോസരങ്ങൾ ഉണ്ടാവും. അവ വഴക്കിനും വക്കാണത്തിനും കാരണമാവും. അത് പരദൂഷണങ്ങളും കുശുമ്പുകളുമായി ലോകത്ത് ഉഴറിയോടും. അത് ശരിയായ ആധ്യാത്മിക വഴിയിലല്ല ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് എന്നുള്ളതിന്റെ മാത്രം ലക്ഷണമാണ്. സ്വധർമ്മത്തിലാണ് ശ്രേയസ്. അത് അവനവന്റെ നിലയ്ക്കനുസരിച്ച് ആ ശ്രേയസ്സിനുതകുമാറ് വാക്ക്, മനസ്സ്, പ്രവൃത്തി, അങ്ങനെ മാത്രമേ ഈ സാമ്രാജ്യത്തിലെത്തൂ. അത് ഓരോന്നും ക്രമമായി കൊണ്ടുപോകണം. അതിൽ ഗൃഹസ്ഥന്റേതായ സ്വപ്നങ്ങളൊന്നും ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് വരുന്നില്ലെങ്കിൽ, സ്വപ്നങ്ങളില്ലാതെ വിരാഗതയുണ്ടെങ്കിൽ നേരെ വാനപ്രസ്ഥം. അപ്പൊ ഞാൻ സുഷുപ്തി വരെ പറഞ്ഞ തലങ്ങളിലെ സുഷുപ്തി നന്നായി മനസ്സിലാവും. ആ സുഷുപ്തിയും നന്നായി മനസ്സിലായി എങ്കിൽ നേരെ സന്യാസം, തുരിയം. ഗുരുകുലങ്ങളിൽ അവിടുത്തെ ആചാര്യന്മാർ ഈ ക്രമവഴി പറഞ്ഞു നോക്കുമ്പോൾ അവന്റെ ബോധതലം ഇത് മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് അവനെ ആശ്രമത്തിൽ ചേർക്കണോ ചേർക്കണ്ടയോ എന്ന് പണ്ട് തീരുമാനിച്ചിരുന്നത്. ഇന്നവിടെ പശുവും പശുശാലയും പാലുകൊടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആളെ വേണം. അതുകൊണ്ട് ഇത് ഏതിന് വന്നവനായാലും കൂടെ ചേർന്നോണ്ടെന്നാണ്. പിന്നെ അവൻ അതിനകത്ത് ഓരോ ഗാർഹസ്ഥ ബ്രഹ്മചര്യവും സന്യാസവും ഒക്കെ ഉണ്ടാക്കി പരസ്പരം വഴക്കാവുമ്പോൾ കോടതിയായി, കേസായി, പിന്നെ അതിനൊരു വകുപ്പ് വേറെയായി, 4 വക്കീലന്മാർ അതിനകത്ത് കമ്മിറ്റിയിലായി, പിന്നെ അവരിടയ്ക്കിടയ്ക്ക് ഫയലും ഒക്കെ ആയി, കോടതി പോക്കായി. ഇങ്ങനെ ഇതുമെല്ലാം ഒരുതരം ഗാർഹസ്ഥ്യത്തിനകത്ത് സന്യാസവും സന്യാസത്തിനകത്ത് ഗാർഹസ്ഥ്യവും എല്ലാം ചേർന്ന് ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നതിന്റെ ഡിമാർക്കേഷൻ ലൈൻ വളരെ ടെൻഡറാണ്. പൂർവ്വകാലത്ത് ഇതിന്റെ ഡിമാർക്കേഷൻ ലൈൻ
വളരെ ക്ലിയറാണ്. അപ്പൊ ഏതാണ്ട് സുഷുപ്തി വരെ പറഞ്ഞപ്പോ നിങ്ങളൊന്ന് തട്ടി നിന്നതുകൊണ്ടാണ് ഞാൻ അവിടം വിശദീകരിച്ച് നീങ്ങിയത്. അതിനടുത്തതിലേക്ക് സുഷുപ്തിയെ അതിക്രമിക്കുന്നത് ഇനിയൊരു ക്യാമ്പിലാവുന്നതാണ് ഉചിതവും. സുഷുപ്തി വരെ നമ്മൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം. താൻ കാണുന്നത് ഏതോ ആ ഇന്ദ്രിയത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിലകൊണ്ടുകൊണ്ട് അതിനെ വാസനകളിലേക്ക് ഉത്ബുദ്ധമോ അനുദ്ബുദ്ധമോ ആക്കാതെ, സ്വപ്നങ്ങളൊന്നും ഉളവാകാതെ, ബ്രഹ്മചര്യത്തെ അല്പം പോലും കളഞ്ഞു കുളിക്കാതെ ബ്രഹ്മചര്യാശ്രമത്തെ കടന്ന് ഗാർഹസ്ഥ്യത്തെ സ്വപ്നഭൂവിലേക്ക് പ്രവേശിച്ച് വിധിയാം വണ്ണമുള്ള രതിയെ മനസ്സിലാക്കി ആത്മരതി, ധർമ്മരതി, ധർമ്മ അവിരുദ്ധമായ കാമം നന്നായി കണ്ട് സദാചാരപരങ്ങളായ മൂല്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുത്തത് ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും ഓരോ ആവിർഭാവത്തിലുമുള്ള സുഷുപ്തിയുടെ അകപ്പൊരുളെണ്ണി ഓരോ ചലനത്തിലും നിശബ്ദതയെ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നന്നായി മനസ്സിലാക്കി. ആ നിശബ്ദതയ്ക്കനുസരിച്ച് ജാഗ്രത് സ്വപ്നങ്ങളെ പടുത്തുയർത്തി സ്വപ്നഭൂവിൽ നിന്ന് പൂർണമായ മോചനം നേടി നര കർണമൂലത്തിലെത്തുമ്പോഴേക്ക് വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിച്ച് സുഷുപ്തിയിലേക്ക് പ്രവേശിച്ച് എന്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്റെ സാധനയ്ക്ക് ഉപയോഗിച്ചവ എന്റെ പാരമ്പര്യത്തിന്റെ സാധനകൾക്കായി വിട്ടുകൊടുത്തുകൊണ്ട് അതിന്മേലുള്ള എന്റെ സ്വത്വത്തെ പിൻവാങ്ങുവാൻ അനുവദിച്ച് നിവർത്തിച്ച് പരസ്വത്വത്തെ അതിൽ പ്രതിഷ്ഠിച്ച് ദാനവും കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് ഗാഠമായ എന്റെ സുഷുപ്തിയുടെ അകപ്പൊരുളുകൾ എണ്ണി നിലകൊണ്ടിട്ട് ആ സുഷുപ്തിയെയും അതിക്രമിക്കേണ്ടുന്ന ഒരു നാൾ സമ്യക്കായ ന്യാസത്തിലേക്ക്, പൂർണമായ ജ്ഞാനത്തിലേക്ക് ഉള്ള യാത്ര. ഇത് അന്തർയോഗത്തിന്റെ യാത്രയാണ്, ആന്തരിക യാത്രയാണ്. ഇതില് ഈ യാത്രയുടെ ഒരു തലത്തിലും വന്നു ചേരുന്നവയല്ലാതെ കവർന്നെടുക്കുന്നവയൊന്നും പ്രയോജനമില്ല. സ്വപ്നത്തിൽ പോലും. കാരണം ഈ യാത്ര മുഴുവൻ ചെയ്യുന്നത് ഞാനാണ്, കൂടെയുള്ള വസ്തുക്കളല്ല. ഞാനെടുത്ത് സൂക്ഷിക്കുന്ന ഒരു വസ്തു എന്റെ സ്വപ്നത്തിന്റെ ആവിർഭാവ ഘട്ടത്തിൽ എനിക്ക് പ്രയോജനപ്പെടണമെന്നില്ല. എന്റെ സ്വപ്നത്തിന് ആ സമയത്ത് വന്നു ചേർന്ന വസ്തു പ്രയോജനപ്പെട്ടെന്നും വരാം. ഇരിക്കുന്ന വസ്തുവിനെ അവലംബിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്റെ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് അകന്നു പോവുകയും
എന്റെ ബോധത്തിന് പകരം വസ്തുവിന്റെ അടിമയായി എന്റെ ബോധം മാറുകയും ചെയ്യുന്നു. എന്റെ ബോധമാണ് പ്രധാനമെന്നും എന്റെ ബോധത്തിലാണ് വസ്തുക്കളെന്നും അതുണ്ടാകുന്നതും നിലനിൽക്കുന്നതും അസ്തമിക്കുന്നതും എന്നിലാണെന്നും തീരുമാനിച്ചാൽ എളുപ്പമായി. ഇത്രയുമായി കഴിഞ്ഞു വേണം സുഷുപ്തിയെ അതിക്രമിക്കാൻ. ഇതിനിടയായാൽ ധന്യമായൊരു ജീവിതമായി, ശാസ്ത്രയുക്തമായൊരു അനുഭവമായി, പൂർവന്മാരുടെ യാത്രയുടെ തുടർച്ചയായി. അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരെ സസ്യമിവ മധ്യപച്യതേ സസ്യമിവ ആജായതേ പുന എന്ന് ഉപനിഷദൃഷി പറഞ്ഞ എന്റെ പൂർവന്മാരെ നോക്കി, എനിക്ക് ശേഷം വരാനിരിക്കുന്നവരെ നോക്കി, എന്റെ ജന്മജന്മാന്തരങ്ങളുടെ പൂർവ്വ പശ്ചാത്തലങ്ങളും ഉത്തര പശ്ചാത്തലങ്ങളും അവയിലൂടെയുള്ള സുന്ദരമായൊരു യാത്ര, അത് നിങ്ങൾക്കെന്നും ഭംഗിയാകട്ടെ എന്നാശംസിച്ചുകൊണ്ട്, അതെന്നും നിങ്ങൾക്ക് വഴിയും വിളക്കുമാവട്ടെ, അതിന് പാരമ്പര്യവും ഈ ആശ്രമ അന്തരീക്ഷവും ഒരുപക്ഷെ ഈ വിഷയം ഇതുപോലെ പറയാൻ കഴിഞ്ഞതും നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞതും ഈ ഗുരുവനത്തിന്റെ പ്രത്യേകത ഉണ്ടായി. ഞാൻ ശ്രദ്ധിച്ചത് പ്രകൃതി രാവിലെ മുതൽ നിശ്ചലമായിരുന്നു. ഇപ്പോഴൊന്ന് ഇളകുന്നതും കണ്ടു. പ്രകൃതിയുടെ നിശബ്ദമായ സുഷുപ്തിയിൽ സുഷുപ്തിയുടെ അഗാധതലങ്ങളെ ഉൾപ്പെടെ സ്പർശിക്കാൻ തൽക്കാലം അതുവരെ മതി എന്ന് നിങ്ങളുടെ ബോധം തന്നെ തീരുമാനിക്കാനിടയായ ആ സമഷ്ടി ബോധത്തിന്, സമഷ്ടി അബോധത്തിന് നമോവാകമർപ്പിച്ചുകൊണ്ട് യജ്ഞം പൂർത്തിയാകുന്നത് കഴിക്കുന്നതോടെയാണ്. അത് നിങ്ങൾക്കുള്ളതാണ്. ആ അന്നത്തിലെ മണ്ണിന്റെ ഗന്ധവും അന്നത്തിൽ ഇവിടുത്തെ മനുഷ്യരുടെ സങ്കല്പവുമുണ്ട്. തൃപ്തിയായത് കഴിച്ച് അതുണ്ടാക്കി തന്നവരെ സന്തോഷിപ്പിച്ച് ചൈതന്യധന്യമായ ഒരു യാത്രയെ ചെയ്യാവും. അന്നമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് കഴിച്ചിട്ട് പോവുക. 1. 2, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനനം ചെയ്യുക. അപൂർണത കൊണ്ട് എന്റെ വാക്കുകൾക്ക് നാളെ നിങ്ങൾ ഈ ദർശനത്തിലെത്തുമ്പോൾ പോരായ്മകൾ കണ്ടുവെങ്കിൽ അതെന്റേതാണ്, എന്റേത് മാത്രം. ഭത്സനങ്ങൾ, ശകാരങ്ങൾ എല്ലാം എന്നിൽ ഒതുക്കി നിർത്തുക. പോരായ്മകൾ എനിക്കേ ഉണ്ടാവും. എന്റെ ആചാര്യന്മാർ അവർ പോരായ്മകളില്ലാത്തവരാണ്. എന്റെ നാവിലുതിർന്ന ഒരു തെറ്റുപോലും അവരുടേതല്ല, എന്റേതാണ്. അതിന്റെ സ്വരവിന്യാസം ഉൾപ്പെടെ, അതിന്റെ വ്യാകരണ പ്രതിബദ്ധതയിൽ വന്നിട്ടുള്ള തെറ്റുകൾ ഉൾപ്പെടെ, അതിലെ ഉച്ചാരണത്തിന്റെ വൈകല്യങ്ങൾ ഉൾപ്പെടെ എല്ലാം എന്റേത് മാത്രം.
എന്തെങ്കിലും നല്ലത് നിങ്ങൾ കേട്ടുവെങ്കിൽ അത് നിങ്ങളുടെ പുണ്യത്തിൽ വന്ന് വീണതാണ്. അത് വീണതോ ഉത്തമന്മാരായ എന്റെ ആചാര്യന്മാരുടെ, എന്റെ പാരമ്പര്യത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് മാത്രം. അത് അവർക്കുള്ളതാണ്. നിങ്ങളുടെ നമസ്കാരങ്ങൾ, നിങ്ങളുടെ സ്തുതികൾ അവരുടെ പാദങ്ങളിലായിരിക്കട്ടെ. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്നാണ്. ബ്രഹ്മവിത്തുക്കളായ അവരെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ പൂജ്യരെ പൂജിച്ചു എന്ന് 100% ചാരിതാർത്ഥ്യമടയാം. ജീവിതം കഴിയുന്നതുവരെ ജീവിച്ചിരിക്കുന്നവനെ പൂജിച്ചുകൂടാ എന്ന നിയമമനുസരിച്ച് നിങ്ങളുടെ ഒരു സ്തുതിയും എന്റെ നാമത്തിലും ശരീരത്തിലും സ്പർശിക്കാതിരിക്കട്ടെ. അവ എന്നെ നാളെ പതനത്തിന്റെ ഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കാതിരിക്കട്ടെ. അത് ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രേരണകൾ ഉണ്ടാകാതിരിക്കട്ടെ. ഏത് പാരമ്പര്യത്തിന്റെ ഏത് സങ്കേതങ്ങളിൽ നിന്ന് ഞാൻ വിദ്യയെ പഠിച്ചുവോ, എന്റെ വിദ്യയെല്ലാം അതിന്റെ നന്മയുള്ള കാലങ്ങളിൽ, അതിന്റെ സദ്ഭാവങ്ങളുള്ള കാലങ്ങളിൽ അവിടെ നിന്നുള്ളതാണ്. അതിന്റെ എല്ലാ സ്തുതിഗീതങ്ങളും അവിടെ നിലകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് തന്നെ ആയിരിക്കട്ടെ നിങ്ങൾക്കും മാർഗദർശനം എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട്, അതിനുമപ്പുറം എന്റേതായി എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ അവ നിങ്ങൾ അനുകരിക്കരുതെന്നും എന്റെയും എന്റെ പൂർവന്മാരുടെയും സദ്ഭാവങ്ങളെ മാത്രമേ സ്വീകരിക്കാവൂ എന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം. ഓം തത്സത്തെന്ന വേദപ്പൊരുളനവരതം പ്രോജ്വലിക്കുന്ന ദിവ്യ സ്വാന്തശ്രീപൂണ്ട് പാദാശ്രിത സുജനതതിക്കാത്മബോധം വളർത്തി ശാന്താത്മാവായി സദാത സ്മൃതിയോട് വിലസും ദൈവമേ, ശ്രീ സദ്ഗുരു നിത്യാനന്ദ തൃപാദപത്മം തൊഴുന്ന ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാമാചാര്യനെ കൈതൊഴുന്ന ഗംഗാസംഗീതമൗലിയിൽ ഭണികണം കൊണ്ടുള്ള മാല്യങ്ങളും തുങ്കശ്രീ ചിതറുന്ന തിങ്കളും അണിഞ്ഞിടുന്ന കാലാന്തകൻ അംഗം പാതി ഗിരീന്ദ്രകന്യകതനിക്കായിട്ടു നൽകിയിടുവാൻ ചെങ്ങന്നൂരമരുന്ന ശങ്കരനെനിക്കേറ്റം തുണച്ചിടണം. ഹരി ഓം.